ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സ്ആപ്പ് ബിസിനസ് ആപ്ലിക്കേഷനും വാട്സ്ആപ്പ് ബിസിനസ് APIയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വാട്സ്ആപ്പ് ബിസിനസ് ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ലോക്കൽ ബിസിനസ്സുകളാണ്. വാട്സ്ആപ്പ് ബിസിനസ് APIs യൂസ് ചെയ്യുന്നത് ലാർജ് സ്കെയിൽ ബിസിനസ്സുകളാണ്. ഒരു ഫോണും സിമ്മും ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് ബിസിനസ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് ഒരു ബിസിനസ് APIയിലേക്ക് വരുന്ന സമയത്ത് ഒരു ബിസിനസ് വാട്സ്ആപ്പ് പാർട്ട്നേഴ്സിൻ്റെ സഹായം ആവശ്യമായിട്ടുണ്ട്. വാട്സ്ആപ്പ് ബിസിനസ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് മെസ്സേജസ് മാത്രമാണ് നമുക്ക് അയക്കാൻ പറ്റുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. വാട്സ്ആപ്പ് ബിസിനസ് APIയിൽ ടെംപ്ലേറ്റ് മെസ്സേജസും കോൺവെർസേഷനും 24/7 നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിസിനസ് ഇനീഷ്യേറ്റ് മെസ്സേജസിൽ ആദ്യത്തെ ഒരു മെസ്സേജസിനാണ് ചാർജ് വരുന്നത്. പിന്നെ നടക്കുന്ന 24/7 കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആഫ്റ്റർ 24 hours ആദ്യത്തെ ഒരു മെസ്സേജസിന് വീണ്ടും ചാർജ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ 1000 യൂസർ ഇനീഷ്യേറ്റ് മെസ്സേജസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിനുശേഷമാണ് ചാർജ് ചെയ്ത് തുടങ്ങുക. വാട്സ്ആപ്പ് ബിസിനസ് ആപ്ലിക്കേഷനിൽ ബിൽഡ് ഇൻ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഗ്രീറ്റിംഗ് മെസ്സേജസ്, ക്വിക്ക് റിപ്ലൈ, ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് അയക്കാൻ പറ്റും. 256 മാക്സിമം ലിമിറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് അയക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. വാട്സ്ആപ്പ് ബിസിനസ് APIയിലേക്ക് വരുന്ന സമയത്ത് ടെംപ്ലേറ്റ് മെസ്സേജസും കോൺവെർസേഷനും 24/7 നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിസിനസ് ഇനീഷ്യേറ്റ് മെസ്സേജസിൽ ആദ്യത്തെ ഒരു മെസ്സേജസിനാണ് ചാർജ് വരുന്നത്. പിന്നെ നടക്കുന്ന 24/7 കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആഫ്റ്റർ 24 hours ആദ്യത്തെ ഒരു മെസ്സേജസിന് വീണ്ടും ചാർജ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ 1000 യൂസർ ഇനീഷ്യേറ്റ് മെസ്സേജസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിനുശേഷമാണ് ചാർജ് ചെയ്ത് തുടങ്ങുക. അതേപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രോഡക്റ്റോ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ഒന്നും നമുക്ക് APIയിലൂടെ അയക്കാനായിട്ട് പറ്റത്തില്ല. വാട്സപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു വാട്സപ്പ് ബിസിനസ് API അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ബിസിനസ് അക്കൗണ്ട് അപ്രൂവ്ഡ് ആവുകയോ വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വാട്സപ്പ് ബിസിനസ് API നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വാട്സപ്പ് ബിസിനസ് API വർക്ക് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ നമ്പറിലാണ്. ഓരോ ബിസിനസ്സുകളും അവർക്ക് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. വാട്സപ്പ് ബിസിനസ് API അക്കൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് അഡ്രസ്സ് ഉണ്ടാവും, പ്രോപ്പറായിട്ട് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടാവും, ഡിസ്പ്ലേ നെയിം ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ വെരിഫിക്കേഷൻ ടിക്ക് മാർക്ക് ഉണ്ടാവും, ബിസിനസ് അവേഴ്സ്, ഇത്രയെല്ലാമാണ് നമ്മുടെ വാട്സപ്പ് ബിസിനസ് API അക്കൗണ്ടിൽ കാണാൻ പറ്റുക. വാട്സപ്പ് ബിസിനസ് APIയിൽ നമ്മൾക്ക് മെസ്സേജസിന് എല്ലാത്തിനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള കോസ്റ്റുകൾ വരും. വാട്സപ്പ് ബിസിനസ് APIയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ 24 മണിക്കൂറും നമ്മൾക്ക് നമ്മുടെ ടെംപ്ലേറ്റ് മെസ്സേജസ് ഒരു റെസ്ട്രിക്ഷനും കൂടാതെ കസ്റ്റമറിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് ബിസിനസ് ആപ്ലിക്കേഷൻ്റെയും വാട്സപ്പ് ബിസിനസ് APIൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാട്സപ്പ് ബിസിനസ് API നിങ്ങളുടെ ബിസിനസ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യുക.